വിലായത്ത് ബുദ്ധ കണ്ടു. മറയൂരിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഗുരുവും ശിഷ്യനും അത്യപൂർവമായ വിലായത്ത് ബുദ്ധ എന്ന ഒരു ചന്ദനമരത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ കഥയാണ് ഈ സിനിമ. എന്തോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ആദ്യം വളരെ ഹൈപ്പോട് വന്ന സിനിമ പെട്ടെന്നത് നെഗറ്റീവ് റിവ്യൂസിലേക്ക് പോകുന്നത് കണ്ടു. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് എന്തായിരിക്കും ഇതിൽ ഇങ്ങനെ ഒരു സംഭവം വരാനുള്ള കാരണം. എന്തായാലും സിനിമ കണ്ടു. ഈ പറയുന്ന നെഗറ്റീവ് റിവ്യൂസിൻ്റെ ഒന്നും ഒരാവശ്യവും ആ സിനിമയിൽ ഞാൻ കണ്ടില്ല. പൃഥ്വിരാജ്, ഷമ്മി തിലകൻ, പ്രിയംവദ കൃഷ്ണൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജയൻ നമ്പ്യാർ ചെയ്ത ഒരു മനോഹര ചിത്രം എന്ന് തന്നെ ഇതിന് പറയാം. നമ്മൾ ഇതിനു മുമ്പ് പുഷ്പയിൽ കൂടി ചന്ദനമരങ്ങളുടെ കഥ കേട്ടതാണ്, കണ്ടതുമാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തത ഉള്ളത് തന്നെയാണ് ഈ സിനിമ. ചന്ദനമരങ്ങളിൽ 1000-1 മാത്രം കാണുന്ന വിലായത്ത് ബുദ്ധ എന്ന ഒരു ചന്ദനമരം ഒരു ഗുരുവും ശിഷ്യനും ഇടയിൽ വിലങ്ങുതടിയായി എങ്ങനെ തീരുന്നു എന്നതാണ് ഈ സിനിമയുടെ പശ്ചാത്തലം. GR ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. നമ്മുടെ അന്തരിച്ച സംവിധായകൻ സച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നവുമായിരുന്നു ഈ സിനിമയുടെ ഇന്ദുഗോപന്റെ ഈ കഥയുടെ ഒരു തിരക്കഥ തയ്യാറാക്കുക എന്നത്. പക്ഷേ അത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനിൽ കൂടി നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. നോവൽ നമ്മൾ വായിക്കുമ്പോഴുള്ള പിരിമുറുക്കം അത്രത്തോളം നമുക്ക് ആ തിരക്കഥയിൽ പ്രതിഫലിക്കുന്നില്ല. ചില സമയത്തൊക്കെ എവിടെയൊക്കെ ചെറിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. എങ്കിലും വളരെ മികവുള്ള അഭിനയവും സംവിധാന കലയും കൊണ്ട് അതെല്ലാം അവർ മറികടന്നിരിക്കുന്നു. പൃഥ്വിരാജിൻ്റെ ഡബിൾ മോഹൻ എന്ന കഥാപാത്രം ഏറെ പ്രശംസ പിടിച്ചു പറ്റുന്നത് തന്നെയാണ്. തൂവെള്ള ഭാസ്കരനായും തീട്ടം ഭാസ്കരനായും ഷമ്മി തിലകൻ ഒരു സൈഡിൽ നിറഞ്ഞാടുകയാണ്. ഷമ്മിയോടൊപ്പം എത്താനാണ് മറ്റ് കഥാപാത്രങ്ങൾ മത്സരിക്കുന്നതെന്ന് തോന്നിപ്പോവും. എന്തായാലും തിലകൻ തന്നെയാണ് സ്ക്രീനിൽ നിറഞ്ഞാടുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം. അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട് ഷമ്മി തിലകൻ്റെ കഥാപാത്രം. പൃഥ്വിരാജ് ഇമോഷൻ രംഗങ്ങളിലും ആക്ഷൻ രംഗങ്ങളിലുമെല്ലാം വളരെ ചടുലതയുള്ള അഭിനയം കൊണ്ട് നമ്മളെ കീഴടക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഒരുപിടി മുന്നിൽ തോന്നിയത് ഷമ്മിയുടെ കഥാപാത്രം തന്നെയാണ്. കാരണം അത്ര ഭംഗിയായാണ് ഒരു അധ്യാപകനായും ഒരു കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായും എല്ലാം ഷമ്മി ഇതിൽ നിറഞ്ഞാടിയിരിക്കുന്നത്. പൃഥ്വി മോശമെന്നല്ല, പൃഥ്വിയും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനും തൻ്റെ കരിയറിൽ കിട്ടിയ ഏറ്റവും മനോഹരമായ ഒരു കഥാപാത്രം തന്നെയാണ് ഈ ഡബിൾ മോഹൻ. ഉറപ്പായി നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് വിലായത്ത് ബുദ്ധ. ഒരു നഷ്ടവും വരില്ല. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണണം.